മലയാള ചെറുകഥയെ ലോക ചെറുകഥാ നിലവാരത്തിലേക്ക് ഉയർത്തിയ മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ പി. പത്മനാഭൻ ഇതാ മലയാള സർവകലാശാലയിൽ സാഹിതി 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വന്നെത്തിയിരിക്കുകയാണ്. മലയാള ചെറുകഥയെ ലോക ചെറുകഥാ നിലവാരത്തിലേക്ക് ഉയർത്തിയ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ പി. പത്മനാഭൻ ഇതാ മലയാള സർവകലാശാലയിൽ സാഹിതി 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടനത്തിനായി വന്നെത്തിയിരിക്കുകയാണ്. മലയാള സർവകലാശാലയുടെ അന്തർ സർവകലാശാല സാഹിത്യോത്സവമാണ് സാഹിതി 2025. വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള സാഹിത്യ പ്രേമികൾ, സാഹിത്യ ആസ്വാദകർ, എഴുത്തുകാർ പങ്കെടുക്കുന്ന ഈ സാഹിതി 2025 പല നിലയ്ക്ക് കേരളത്തിലെ സാഹിത്യോത്സവങ്ങളിൽ മുൻപന്തിയിലേക്ക് വരികയാണ്. മലയാള സർവകലാശാലയെ സംബന്ധിച്ച് സാഹിതി കേരളത്തിലെ ആദ്യത്തെ സാഹിത്യോത്സവത്തിന്റെ പേര് കൂടിയാണ്. ഇന്ന് സാഹിത്യോത്സവങ്ങൾ അതിസാധാരണമായ ഒരു കാലത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ സാഹിത്യോത്സവം എന്നൊരു സങ്കല്പത്തിൽ തന്നെ കേരളത്തിന്റെ മലയാളത്തിന്റെ ചരിത്രത്തിലേക്ക് ഇന്ത്യൻ മലയാള സർവകലാശാലയുടെ ഒരു ആശയപരമായ സംഭാവന കൂടിയായിരുന്നു സാഹിത്യോത്സവം, സാഹിതി എന്ന് നമുക്ക് തോന്നിക്കണം. വിവിധ നിലകളിലുള്ള എഴുത്തുകാർ, ചിന്തകർ, അക്കാദമിക് പ്രതിഭകൾ ഒക്കെ പങ്കെടുക്കുന്ന സാഹിതി 2014 ആരംഭിക്കുകയും 3 സാഹിത്യ പതിപ്പുകൾക്ക് ശേഷം കോവിഡ്, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നിന്നു പോവുകയും ചെയ്ത സാഹിതി 2025 കൂടുതൽ ആവേശത്തോടെ മലയാള സർവകലാശാല ഏറ്റെടുക്കുന്ന സന്ദർഭമാണ് ഇത്. സാഹിതി 2025 പങ്കെടുക്കുന്ന കലാകാരന്മാരെ മുഴുവൻ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ ഉദ്ദേശമല്ല. പക്ഷേ വീണ്ടും സാഹിതി ആരംഭിക്കുമ്പോൾ അത് ആര് ഉദ്ഘാടനം ചെയ്യണമെന്ന കാര്യത്തിൽ മലയാള സർവകലാശാലയ്ക്ക് യാതൊരു സന്ദേഹവും സംശയവും ഉണ്ടായിരുന്നില്ല. അത് ഒറ്റ പേരായിരുന്നു, ടി. പത്മനാഭൻ. മലയാള ചെറുകഥയെ ലോക ചെറുകഥയിലേക്ക് എത്തിച്ച, ചെറുകഥ എന്നത് മാത്രം എഴുതുന്നതിൽ അഭിമാനിക്കുന്ന, മലയാള ഭാഷയെയും ഭാവനയെയും സമ്പന്നമാക്കിയ ഏറ്റവും മുതിർന്ന എഴുത്തുകാരൻ ഈ സാഹിതി 2025 ഉദ്ഘാടനം ചെയ്യാനായി വന്നെത്തുമ്പോൾ മലയാള സർവകലാശാലയുടെ ചരിത്രത്തിലേക്ക് അതൊരു പൊൻതൂവലായി മാറുകയാണ്, ഒരു വലിയ ചരിത്ര സന്ദർഭമായി മാറുകയാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ക്ലേശങ്ങളൊക്കെ സഹിച്ചാണെങ്കിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് മലയാള സർവകലാശാലയിൽ ചില സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇതുപോലെ 2014 ആരംഭിച്ച 1ാം സാഹിതിയിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വൈസ് ചാൻസലറുടെ മുറിയിൽ ഇരുന്ന് ഓർക്കുകയായിരുന്നു. അതിനു മുൻപും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. മലയാള സർവകലാശാല എങ്ങനെ സ്ഥാപിക്കണം എന്നതിനെ കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം
ഈ ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ഇവിടെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാള സർവകലാശാലയുടെ തുടക്കം മുതൽ അതിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും ഈ എഴുത്തുകാരൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാകുന്നതാണ്. മലയാള സർവകലാശാല തീർച്ചയായും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്. ഈ അഭിമാന നിമിഷം ഇവിടെ കൂടിയിട്ടുള്ള മലയാള സർവകലാശാലയുമായി ഇതുവരെ ബന്ധപ്പെട്ട ഇനിയും പരിപാടികളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മലയാളികളുടെയും അഭിമാനത്തിന്റെ കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാഹിത്യ 2025 ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം പറയാനായി ഡോക്ടർ മുഹമ്മദ് റാഫ്മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ സി ഗണേഷ് മാഷ്. ചടങ്ങിന് സ്വാഗതം പറയുന്നതിനായി സാഹിതി 2025 ജനറൽ കൺവീനർ ഡോക്ടർ മുഹമ്മദ് റാഫി എൽ വി മാഷെ ക്ഷണിക്കുന്നു. ഇത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മലയാളത്തിലെ ചെറുകഥയുടെ കുലപതി എന്ന് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിശേഷിപ്പിക്കപ്പെട്ട, ഞാൻ എംഎക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം മലയാള ചെറുകഥയുടെ കുലപതിയാണ്. അതിൽ കൂടുതൽ വിശേഷണം ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഈ ഒരു സന്ദർഭത്തിൽ മലയാള സർവകലാശാല സ്ഥാപന സന്ദർഭത്തിൽ മുഖ്യ അതിഥിയായിരുന്ന ബഹുമാനപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭൻ സാഹിതിയുടെ റീബർത്ത് സമയത്ത് ഇതൊരു രണ്ടാം ഉദ്ഘാടനമാണ് സാഹിതിയുടെ. ആദ്യത്തെ സാഹിതിയും ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമായിരുന്നു. ഇത് മലയാള സർവകലാശാലയുടെ സൗഭാഗ്യമായി തീർച്ചയായിട്ടും ഇതിൻ്റെ ചരിത്ര സന്ദർഭത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് ഒറ്റ വാക്കിൽ ആദ്യം തന്നെ സ്വാഗതം നേരിടും. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ, ഫെസ്റ്റിവൽ പ്രകാശനം നിർവഹിക്കുന്ന രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ ഭരതൻ, ആശംസകൾ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട കഥാകൃത്ത് ടി കെ പാറക്കടവ്, മലയാള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ കെ ഗായത്രി, പേറ്റന്റ് നേടിയ സാഹിത്യ രചനാ സ്കൂൾ അധ്യാപകൻ ഡോക്ടർ അശോക് റിക്രൂസ്, ജനറൽ കൺവീനർ കൂടിയായ ഡോക്ടർ ബാബുരാജൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സി ഗണേഷ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ഓതുന്നു. ഈ ചടങ്ങ് സ്വാഗത പ്രാസംഗികനാൽ അതിക്രമത്തിന് വിധേയമാവാതിരിക്കാൻ വേണ്ടി ഇവിടെ നിർത്തുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമയെ ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ മുഹമ്മദ് റാഫി എൻ വി മാഷ്. ഈ ചടങ്ങിനെ ആധ്യക്ഷം വഹിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ഡോക്ടർ എൽ സുഷമ ടീച്ചറെയാണ്. സുഷമ ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ടി പത്മനാഭൻ, വി കെ പാറക്കടവ്, കെ എം ഭരതൻ, റാഫി മോഷൻ, ഗണേഷ്, ഭരത്, ബാബുരാജ് മോഷൻ, ഗായത്രി, പ്രിയപ്പെട്ടവരെ, മലയാള സർവകലാശാലയുടെ സാഹിതി അന്തർ സർവകലാശാല സാഹിത്യോത്സവം ഇന്ന് നമ്മുടെ പ്രമുഖ ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷമാണ്. അഭിമാനമുണ്ട്. അദ്ദേഹം 2014 സാഹിതിയിലും പങ്കെടുത്തിരുന്നു. മാത്രമല്ല, എവിടെയാണ് മലയാള സർവകലാശാല വരുന്നതെന്ന് തിരൂരാണെന്ന് അറിയാമെങ്കിലും എവിടെയാണെന്ന് അറിയാതെ നടന്ന അതിന്റെ രൂപീകരണ സമ്മേളനത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. മലയാള സർവകലാശാലയ്ക്ക് ഈ സാഹിതിയിൽ പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് തലേ ദിവസം തന്നെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ അദ്ദേഹത്തിനോടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. നമുക്ക് ചില ധാരണകളുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ, കാവ്യാത്മകമായ കഥ എന്ന് പറഞ്ഞാൽ, ചെറുകഥ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും നല്ല
ഏറ്റവും നല്ലതെല്ലാം കാവ്യാത്മകമാണ്, കാവ്യാത്മകമായ ഭാഷയിൽ എഴുതുന്നു എന്ന് കഥയെ വിശദീകരിക്കുക. അല്ലെങ്കിൽ കഥ എഴുതി തുടങ്ങുന്നവരെല്ലാം നോവലും കൂടി എഴുതും, അതുകൊണ്ട് നോവലാണ് വലിയ ക്യാൻവാസ് എന്ന ധാരണകൾ. ഇത്തരത്തിലുള്ള ധാരണകളെയെല്ലാം കേരളത്തിന്റെ സാഹിത്യ അന്തരീക്ഷത്തിൽ തിരുത്തി കുറിച്ച ആളാണ് ശ്രീ ടി പത്മനാഭൻ. അദ്ദേഹം ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ചെറുകഥ ചെറുകഥയായി തന്നെ നിൽക്കട്ടെ, ചെറുകഥാകൃത്തുക്കൾക്ക് ചെറുകഥ മാത്രം എഴുതുന്നത് വഴി സാഹിത്യ ലോകത്ത് നിൽക്കാനാകും, ചിരപ്രതിഷ്ഠ നേടാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിയാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിന്റെ കഥകൾക്കുമുണ്ട് ആ ദൃഢത. ഭാഷയുടെ ഉണ്ടായിരിക്കുമ്പോഴും മനുഷ്യന്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് സംവദിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോഴും മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക്, നന്മയിലേക്ക്, അവന്റെ ആർദ്രതയിലേക്ക് നയിക്കുവാനുള്ള സഹാനുഭൂതിയോടെ മറ്റുള്ളവരെ കാണാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ കഥകളിലുണ്ട്. അത് മനുഷ്യനെ മാത്രമല്ല കണ്ടിരുന്നത്, പ്രകൃതിയെ കണ്ടിരുന്നു. പൂച്ചകളും നായ്ക്കളും റോസാ ചെടികളുമായി പരിസ്ഥിതിയൊക്കെ തന്നെ പാറമുട്ടിക്കുന്ന ശബ്ദവും, എവിടെയോ ഒരു പശുവിന്റെ കരച്ചിൽ രാത്രി മുഴുവൻ, ആ കഥയൊക്കെ വല്ലാതെ നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതാണ്. രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റാതെ ഒരു തള്ളപ്പശുവിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഭാര്യ കേട്ടിട്ടില്ല, പക്ഷെ താനിത് രാത്രി മുഴുവൻ കേട്ടത് സത്യമല്ലെന്ന് പറയാനാവാത്ത കരച്ചിൽ. പരിസ്ഥിതിയെ പറ്റി ശരിക്കും പറഞ്ഞാൽ ജീവന്റെ വഴി എന്നതിലും സാക്ഷിയിലും വീട് നഷ്ടപ്പെട്ട കുട്ടിയിലും ഒക്കെ പരിസ്ഥിതി ബോധം നിറഞ്ഞ കഥകൾ. പ്രണയം എത്ര മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട കഥകൾ. ഗൗരിയായാലും എത്ര കഥകളെ പുഴയും മരങ്ങൾക്കിടയിലൂടെ ആ കഥകളിലൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പ്രണയാവിഷ്കരണം നടത്തുന്നത്. ചങ്കൂറ്റമുള്ള പെണ്ണിനെ, അതായത് ഉറപ്പുള്ള, അവനവനെ തന്നെ തിരിച്ചുറപ്പുള്ള കടൽ എന്നതിലെ നായികയെ ഞാൻ വളരെ ഒരു സ്ത്രീ ശക്തിയുള്ള കഥാപാത്രമായിട്ട് കടലിലെ നായികയെ ഞാൻ കാണുന്നത്. അവർ പറയുന്നത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന, സംഗീത ഗുരുവിനെ ആരാധിക്കുന്ന, ഒപ്പം തന്നെ സ്നേഹിക്കുന്ന അവരുടെ കത്തുകൾ, ഗുരുവുമായുള്ള കത്തുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഗുരുവുമായുള്ള കത്തുകൾ ഭർത്താവ് രഹസ്യമായി എടുത്ത് വായിക്കുന്നതാണ് അവരുടെ ആ ബന്ധമില്ലാതാകുന്നത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുന്നത്. ആ കത്തുകൾ തന്നോട് ചോദിച്ചെങ്കിൽ താൻ തരുമായിരുന്നു, എന്തിനാണ് അത് മോഷ്ടിച്ചെടുത്തത്, നിങ്ങൾക്ക് വായിക്കാൻ തരുമായിരുന്നുവല്ലോ എന്ന് തന്റെ അടുത്തോട് ചോദിക്കുന്ന ഒരു സ്ത്രീ. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുന്നു, അച്ഛനും ചിന്തിക്കുന്നുണ്ട്. പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു, അതിനൊരാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ആയത്. അച്ഛന്റെ ചിന്തകളിൽ തന്നെയാണ് നിൽക്കുന്നത്. പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് മകളെ വിളിച്ചുകൊണ്ട് വരികയും മകൾക്ക് അമ്മയുടെ ഡയറി കത്തുകളും ഒക്കെ വായിക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ രണ്ടുപേരുടെ നിലപാടിൽ ഏതാണ് ശരിയെന്ന് അച്ഛൻ അവസാനം സമ്മതിക്കുന്നില്ല, ഏതാണ് ഇല്ല. അപ്പൊ സ്നേഹത്തിന്റെ വ്യത്യസ്ത മാനത്തെയാണ് അവിടെ കാണിക്കുന്നത്. ശാരീരികമായ ബന്ധങ്ങൾക്ക് അപ്പുറം മാനസികമായി ഉണ്ടാവുന്ന ദൃഢബന്ധങ്ങളെ, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് അറിയാത്ത രീതിയിൽ ആ കഥയെ കൊണ്ടുപോകാനുള്ള ശേഷി, ശില്പ സൗഹൃദത്തോടെ കൊണ്ടുപോകാനുള്ള ശേഷി, കഥയെ ഒരിക്കലും ഒരു വില്ലനെ സൃഷ്ടിക്കാത്ത എഴുത്തുകാരൻ. നമുക്ക് ആദ്യം തന്നെ ഒരു വില്ലനെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് പലതിലും കഥകൾ തുടങ്ങുന്നതെങ്കിൽ അദ്ദേഹവും തിരിച്ചറിയുന്നത് കഥകളിൽ ഒരു വില്ലൻ ഇല്ല. അപ്പൊ മനസ്സിന്റെ ആ നന്മ, മനുഷ്യനെ തിരിച്ചറിയുന്ന രീതി, പ്രകൃതിയെ തിരിച്ചറിയുന്ന രീതി, അതിനെല്ലാം അവനവന്റേതായ ഒരു തന്റേടവും കാഴ്ചാശീലവുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സ്ത്രീകളെ അവൾ എന്നോ എടിയെന്നോ വിളിക്കുന്നത് ആ കഥകളിൽ കാണില്ല, അവർ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രി രീതിയിലെന്നോ പരിസ്ഥിതി രീതിയിലെന്നോ ഒക്കെ പറയുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ സ്വാംശീകരിച്ച രീതിയാണ് അതൊക്കെ കൊടുക്കുന്ന പ്രസവമാണ്. അതിന് കാരണമുണ്ട്. അദ്ദേഹം കണ്ടത് കരുത്തയായ ഒരു അമ്മയാണ്, മനക്കരുത്തുള്ള ഒരു അമ്മയാണ് കണ്ടത്. അദ്ദേഹം ആ ബുക്കുകളിലാണെങ്കിലും കഥകളിലായാലും ഒക്കെ പറയും തന്റെ അമ്മയുടെ കരുത്തും മനക്കരുത്തും കാരുണ്യത്തെയും കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മ വളർത്തിയ മകന്റെ കഥകളിൽ നിന്ന്
വില്ലനില്ലാതാവുന്നു, സ്ത്രീയെ ബഹുമാനത്തോടെ കാണാൻ കഴിയുന്നു, അവരെ കരുതലോടെ സ്നേഹത്തോടെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നറിയാം. മറ്റൊന്നും കൂടിയില്ല, പ്രകാശം പരത്തുന്ന പെൺകുട്ടിയില്ല. എവിടെ നിന്നാണ് ആ പ്രകാശം വരുന്നതെന്ന് അറിയില്ല. ഇനിയും ഇതുപോലെ രംഗങ്ങൾ ഉണ്ടാകാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കഥ വായിച്ചിട്ടുള്ള സിനിമാ തിയേറ്ററിൽ തന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്റെ സഹോദരങ്ങളായ ഒരു അനിയനെയും അനിയത്തിയെ വിളിച്ചിട്ട് കഥയും കപ്പലണ്ടിയും കടലയുമായിട്ട് തിയേറ്ററിലേക്ക് കടന്നു വരികയും അടുത്തിരിക്കുന്ന ആളോട് ഇംഗ്ലീഷ് കഥ എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കഥയൊന്നും പറഞ്ഞു ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇന്ന് രാത്രി വിഷമിച്ച് മരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളുടെ ഇടയിലേക്ക്, അയാളുടെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ട് അയാളെ ആകെ മാറ്റി തീർക്കുകയാണ്. നിഷ്കളങ്കമായ സ്നേഹവും കരുതലും ബഹുമാനവും മറ്റൊരാളെ അംഗീകരിക്കലും ഒക്കെ ജീവിതത്തിന് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് പ്രകാശം വരുന്ന പെൺകുട്ടി പറയുന്നു. അയാളുടെ കഥ, പ്രകാശം വരുന്ന പെൺകുട്ടിയുടെ കഥയില് നമ്മുടെ നായകൻ പറയുന്നുണ്ട്, അയാളുടെ അമ്മയുടെ അടുത്ത് വെച്ച് ആരോ ചോദിക്കുന്നുണ്ട്, ഇവരെ വളരെ നിസ്സാരനായിട്ടാണ് ആളുകൾ കണ്ടത്. പക്ഷെ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അങ്ങനെയല്ല കണ്ടത്. അവൾക്ക് ഇംഗ്ലീഷ് കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളായിട്ട് ഒപ്പം നിന്നുകൊണ്ട് അവൾ കടലെ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. അവളെ തലക്കിടയിൽ സിനിമയ്ക്കിടയിൽ പാട്ട് പാടുന്നു. ആ വെളിച്ചം, അവളുടെ സന്തോഷം, നിഷ്കളങ്കത ഒക്കെ അയാളിലേക്ക് പകരാൻ കഴിയുന്നു. ഇനിയും അങ്ങനെ പെൺകുട്ടിയെ കണ്ട നിമിഷത്തിലല്ല കഥയിൽ, ഇനിയും ഇതുപോലെ ഇവിടെ നിന്നെങ്കിലും അവൾ പ്രത്യക്ഷപ്പെടും എന്ന് അപ്പോഴേക്കും നമുക്ക് തോന്നുന്നു അവൾ നേരിട്ടുള്ളതാണോ, അവൾ ധാവണി ധരിച്ച് മുന്നിൽ പോകുന്നുണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ അവൾ വലുതായിരിക്കാം. അപ്പൊ ഇനിയും കാലത്തിനനുസരിച്ച മാറ്റങ്ങളോടെ പ്രകാശം വരും. അതൊരു പ്രത്യാശ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വില്ലനില്ലാത്ത ലോകം നശിച്ചു പോകുമെന്ന് കരുതാതെ മനുഷ്യന്റെ ഹൃദയത്തെ ചേർത്ത് പിടിക്കുന്ന, ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നതിന്റെ തീവ്രത ശക്തമായ എഴുത്തുകാരിലേക്ക് തന്നു, വായനക്കാരിലേക്ക് തന്നു. അത് പല കഥയും വായിച്ചു കഴിയുമ്പോൾ നമുക്കുള്ളിൽ ആ ഒരു വേദന ഇങ്ങനെ, ആ വേദന എന്ന് പറയുന്നത് സഹതാപത്തിൻ്റെതാവാം, കാരുണ്യത്തിൻ്റെതാകാം, പ്രണയത്തിന്റെ വേദനയാകാം, നഷ്ടപ്പെടലിന്റെ വേദനയാകാം. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളെ നമ്മളിലേക്ക് പകർന്നു തരാൻ തന്റെ ചെറുകഥകളിലൂടെ, ചെറിയ കഥകളിലൂടെ, പല കഥകളും വളരെ ചെറുത് തന്നെയാണ്, ചെറിയ കഥകളിലൂടെ വളരെ കൃത്യമായ ശില്പഭംഗിയോടെ ആവിഷ്കരിക്കാൻ ടി പത്മനാഭന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ എവിടെയോ പറയുന്നുണ്ട്, കഥകളുടെ വസന്തകാലത്താണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. തകഴിയും കായലും കുറുവും ഒറ്റക്കാടും ഒക്കെ ജീവിച്ചിരുന്നപ്പോഴും അവരോടൊപ്പമാണ് എഴുതിയത്. അതിൽ തകഴി ഒരു സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്, നിങ്ങളുടെ കഥ വളരെ നല്ലതാണ്, ഞങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് തകഴിയുടെ വാക്കുകളൊക്കെ എഴുതുന്നുണ്ട്. കഥയുടെ ലോകത്തെ തന്റേതായ ചിട്ടയിൽ, തന്റേതായ മാനസിക വലിപ്പത്തിൽ നമ്മൾ എഴുതുമ്പോഴെപ്പോഴും ആലോചിക്കണം, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആ എഴുത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ. അദ്ദേഹം പറഞ്ഞതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത കഥകളിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മനസ്സിന്റെ പ്രതിബദ്ധതയെ, മനസ്സിനെ, ശരീരം മാത്രമല്ല, നമ്മൾ നവോത്ഥാന കാലത്ത് പറഞ്ഞു വയറില്ലാത്ത ഒരു വികലാംഗനും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശപ്പിനെ, ദാരിദ്ര്യത്തെ, അസമത്വത്തെ ഒക്കെ നവോത്ഥാന കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വന്ന, അവരോടൊപ്പം തന്നെ വന്നയാണ് മനസ്സിന്റെ വേദന അതിനേക്കാൾ വലുതാണെന്നും മനസ്സിന്റെ ആവിഷ്കരണത്തിലൂടെ ഈ വായനക്കാരോട് ചേർന്നു നിൽക്കാനും അവരിൽ നിന്ന് തിരിച്ചറിയാത്ത അത്തരം വികാരങ്ങളെ ആവിഷ്കരിക്കാനും അദ്ദേഹത്തിന് വളരെ ശക്തമായി കഴിയും. ഒരു ഇടവേളയ്ക്ക് ശേഷം കഥകളൊക്കെ പല ഇടവേളകൾ എടുത്തിട്ടുണ്ട്. ഇടവേളകൾക്ക് ശേഷം കഥകൾ എഴുതുമ്പോഴും ഒന്നുകൂടി ശക്തമായി നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന കഥകൾ എഴുതുന്ന ഈ പത്മനാഭൻ നമ്മുടെ കൂടെ ഇന്ന് സാഹിത്യ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. അദ്ദേഹത്തിന്റെ ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മറന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഈ സാഹിത്യോത്സവങ്ങൾ, നേരത്തെ ഗണേശ് പറഞ്ഞു, സാഹിത്യോത്സവങ്ങൾ ജയ്പൂർ സാഹിത്യോത്സവത്തിന്റെ ഒക്കെ മാതൃകയിൽ ജയകുമാർ സാറിന്റെ വലിയൊരു കാഴ്ചയാണ്. ക്യാമ്പസിലെ ആദ്യമായി, കേരളത്തിന്റെ ക്യാമ്പസിലെ ആദ്യത്തെ സാഹിത്യോത്സവം, തുറ്റലുത്സവമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ക്യാമ്പസിലേക്ക് സാഹിത്യോത്സവത്തെ കൊണ്ടുവന്നത് ജയകുമാർ സാറ്. നമ്മളിന്ന് 3 വേദിയായിട്ട് 2 ദിനരാത്രങ്ങൾ 50ഓളം എഴുത്തുകാർ കടന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക്
എഴുത്തുകാരെ കാണാനും അവരുമായി സംവദിക്കാനുമുള്ള സൗകര്യം ലഭിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ സൗകര്യങ്ങളാണ്. കാരണം കഥയിൽ നിന്നും മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണെന്ന് പറയുന്നതിലെ ചില കാര്യങ്ങളാണ് ആശാനെ വായിച്ചിട്ടില്ലാത്തവരും കുമാരനാശാന്റെ നാലുവരെയെങ്കിലും അറിയാം. വള്ളത്തോളിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം അറിയാതെ പറയുന്നവർ ഇങ്ങനെ എഴുത്തുകാർ, ഇത് കവികളെ മാത്രമല്ല, തകഴിയും ഉറൂബും ഒറ്റക്കാടും ഒക്കെ നമ്മുടെ കേരളീയർക്ക് പരിചിതരാണ്. കാരണം നമ്മുടെ പ്രസംഗങ്ങളിലും ജീവിതങ്ങളിലും എഴുത്തിലും എല്ലാം എഴുത്തുകാർക്ക് വളരെ സ്വാധീനമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ അവർ വായിക്കുന്നില്ല എന്നല്ല അർത്ഥമാകുന്നത്. പക്ഷെ അവർക്കിടയിലേക്ക് സാഹിത്യോത്സവങ്ങൾ വഴി എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും ആശയങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും നമ്മൾ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ സാഹിത്യയെ നമുക്ക് വിലയിരുത്താം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആസ്വദിക്കുക, അനുഭവിക്കുക, എഴുത്തുകാരോട് സംവദിക്കുക, ഈ വലിയ നിമിഷങ്ങളിൽ പങ്കാളികളാകുക. എത്രയും സന്തോഷത്തോടു കൂടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ടി പത്മനാഭൻ സാറിനെ ക്ഷണിക്കുന്നു. നന്ദി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചർ, നമ്മളേവരും കാത്തിരുന്ന സാഹിതി 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം മലയാള ചെറുകഥയെ ലോക ചെറുകഥാ നിലവാരത്തിലേക്ക് ഉയർത്തിയ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ടി പത്മനാഭൻ സാർ നിർവഹിക്കുന്നതിനായി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളുടെ വൈസ് ചാൻസലർ ശ്രീമതി സുഷമയുടെ പ്രസംഗം കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ആദ്യമായി തന്നെ പറയണം എന്ന് തോന്നുന്നു. ഒരു സാധാരണ മലയാളി പറയുന്ന ഭാഷയിൽ ഞാൻ ഇത്രയ്ക്ക് വിധിച്ചിട്ടില്ല. സത്യം പറയണം എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ബി ട്രൂ ടു thine own self. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരനായ ഷേക്സ്പിയറുടെ ഒരു ക്യാരക്ടർ ഒരു നാടകത്തിൽ പറയുന്ന ഒരു ഭാഗം, ബി ട്രൂ ടു thine own. നീ നിന്നോട് സത്യസന്ധത പുലർത്തുക. നിന്നോട് സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് സത്യസന്ധത പുലർത്താതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രക്ക് വിധിച്ചിട്ടില്ല. പിന്നെ മഹാനായ നമ്മുടെ പൂർവികർ സുഗത്തെ രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഈ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുവാൻ അങ്ങ് തീർത്തും അധികാരി തന്നെ. സുഹൃത്തുക്കളെ, ഏത് സ്ഥാപനവും, അത് വിദ്യാഭ്യാസ സ്ഥാപനമാവട്ടെ, ഒരു തൊഴിൽശാലയാവട്ടെ, എന്തുമാവട്ടെ, അതിൻ്റെ പഠനമോ അല്ലെങ്കിൽ ഉയർച്ചയോ നിലനിൽപ്പോ അസ്തമനമോ എല്ലാം കുടികൊള്ളുന്നത് തലപ്പത്തുള്ളവരുടെ യോഗ്യതയിലാണ്. തലച്ചിറയിലെ വെള്ളം താണോടും വയറോടുമേ. തലച്ചിറയിൽ വെള്ളം ഉണ്ടായിരിക്കണം, ആ വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കണം, ഒരിക്കലും വറ്റാത്ത തലച്ചിറയായിരിക്കണം. ഇത് കുമാരനാശാൻ പറഞ്ഞതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, 10,000 തൊഴിലാളികളുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിൽ
ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ദീർഘകാലം ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ. മഹാനായ ഒരു അധിപതി ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാ തലങ്ങളിലും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. അദ്ദേഹം ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് അവിടുത്തെ തൊഴിലാളികളുടെ അഭിവൃദ്ധിയിലാണ്. ആദ്യം തൊഴിലാളികൾക്ക് സൗജന്യമായി വൈദ്യസഹായം. അന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രി, ഒന്നല്ല ഒന്നിലധികം മികച്ച ഡോക്ടർമാർ ഞങ്ങളുടെ സ്ഥാപനത്തിലായിരുന്നു ഉണ്ടായി. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ വിദ്യാശാലകൾ, അവിടെ ഒരു ജോലി കിട്ടുവാൻ വേണ്ടി കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ ശ്രമിച്ചിരുന്നു. തൊഴിലാളികൾക്ക് അദ്ദേഹം എല്ലാ തലത്തിലുമുള്ള ഉയർച്ചയ്ക്ക് വേണ്ട കായികവും മാനസികവുമായ എല്ലാ തലത്തിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇതൊക്കെ ചെയ്യുമ്പോഴും കഥകളിക്ക് വലിയ പഠിപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ, അങ്ങനെ പലതിൽ ഫ്രീ ആയിട്ട് സിനിമ കാണാൻ കഴിയുന്ന സിനിമാശാലകൾ. ഈ സിനിമാശാലകളിൽ ഇതിൻ്റെയൊക്കെ ഭരണം തൊഴിലാളികൾക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ഏത് സിനിമ കളിക്കണം, കൊല്ലത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വളരെ വലിയ സിനിമാ മേളകളുണ്ടാകും. ഇതിനൊക്കെ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ പ്രഗത്ഭരായ ഡയറക്ടർമാർ, നടീനടന്മാർ, ഛായാഗ്രാഹകർ. ഇതിൻ്റെയൊക്കെ പരിപൂർണ സ്വാതന്ത്ര്യം തൊഴിലാളികൾക്കാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ സ്ഥാപനം ലാഭമുണ്ടാക്കുകയും ചെയ്തു. അസൂയാലുക്കളായ വ്യക്തികൾ അദ്ദേഹത്തിന്റെ മേൽ ഊന്നക്കത്തുകൾ അയച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. അദ്ദേഹം കേസിൽ തുടങ്ങി, പുറത്തുപോയി, ദീർഘകാലം ഒരു കേസിൽ പ്രതിയായി അലഞ്ഞു. മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും പെൻഷൻ കിട്ടിയിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ കളങ്കമൊക്കെ കേസിന്റെ അവസാനം അതിമനോഹരമായ ഒരു വിധിയിലൂടെ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ചെയർമാൻമാർ, അതാ ഞാൻ പറഞ്ഞത്, തലപ്പത്തുള്ളവരുടെ യോഗ്യതയായിരിക്കും തൊഴിൽ സ്ഥാപനമായാലും വിദ്യാഭ്യാസ ഏതായാലും തലപ്പത്ത് തലച്ചിറയിലേ വേണം. പിന്നീട് ലാഭം കാണിക്കാൻ സ്ഥലം വിൽക്കലായി. പ്രൊഡക്ഷൻ ഇല്ല, ആർക്കും കമ്മിറ്റ്മെന്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു കാലം, അതിനും സാക്ഷിയാകേണ്ട ഒരു ദുർഭാഗ്യം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഈ വിദ്യാശാലയ്ക്കും അങ്ങനെ ഒരു ഭൂതകാലം ഒരു പക്ഷേ കാണുവാൻ കഴിയും. ഞാനത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ആലോചന ഇങ്ങനെയൊന്ന് വേണം എന്ന കാലത്ത് തന്നെ ഞാനതിൽ ഭാഗമാക്കാറുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തുഞ്ചൻ പറമ്പിൽ വെച്ചായിരുന്നു.
അന്നത്തെ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും പ്രസംഗത്തിന് ശേഷം പ്രസംഗിച്ച വ്യക്തി ഞാനായിരുന്നു. അത് മുഴുവൻ സത്യമായി വരില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ. ബ്രോഷറിൽ ഞാനായിരുന്നു. ബ്രോഷറിൽ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് പോകുവാൻ ഹെലികോപ്റ്ററിൽ കയറാൻ ഹെലിപാഡിലേക്ക് പോയി. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയകുമാർ അവരെ അനുഗമിക്കുകയും ചെയ്തു. ബ്രോഷറിൽ പിന്നെ പ്രസംഗിക്കേണ്ട വ്യക്തി ഈ പാവപ്പെട്ട ഞാനായി. എന്നെ കളിപ്പിച്ചു. ഓരോരാളെ വിളിച്ചു, എന്നെ വിളിക്കുന്നില്ല. അവസാനം അന്നത്തെ MP ആയിരുന്ന ഇവിടുത്തെ മുഹമ്മദ് ബഷീർ ഇടപെട്ടിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നെ എനിക്ക് കിട്ടിയത്. ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നിങ്ങളുടെ ആദ്യത്തെ വൈസ് ചാൻസലറായ ജയകുമാറിന്റെ കാലത്ത് അദ്ദേഹമാണ് ആ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. ആ സുവർണകാലം നേരിട്ട് കണ്ടനുഭവിച്ച ഒരു ഭാഗ്യവാനാണ് ഞാൻ. പിന്നീടുണ്ടായത് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ നാട്. ആ ഒരു വാക്കിൽ എൻ്റെ എല്ലാ ജുഗുപ്സയും ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സത്യത്തിൽ ഇത്ര തന്നെ പറയണ്ടെന്ന് വിചാരിച്ചത്. ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നും സിദ്ധിച്ചറിഞ്ഞില്ല. പക്ഷേ ധാരാളം ഭൂഭാഗങ്ങൾ ഇവിടെ സഞ്ചരിക്കുവാൻ അവസരം കിട്ടിയ ഒരു ഭാഗ്യമാണ്. അത് യൂറോപ്പിലാവട്ടെ, ഇംഗ്ലണ്ടിലാവട്ടെ, കാനഡയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഗൾഫ് രാജ്യങ്ങളിലാവട്ടെ, എല്ലാം പഴയ നൂറ്റാണ്ടുകളുടെ പെരുമ പഴക്കം പേറുന്ന ഓക്സ്ഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ. അവിടുത്തെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പതുക്കെ എൻ്റെ കയ്യിൽ നഖം കൊണ്ട് ആ ചുമരിലൊന്ന് പതുക്കെ ഒന്ന് ഓരോ തവണ വെള്ളം പൂശുമ്പോഴും ആ വെള്ളം അവിടെ അള്ളിപ്പിടിച്ചു നിൽക്കും. പിന്നീട് വെള്ളം പൂശുമ്പോൾ അത് നൂറ്റാണ്ടുകളുടെ പൂശലില്ല, അടർന്ന് വീഴും. അടർന്ന് വീഴും. ഞാൻ ഇന്ന് അമേരിക്കയിൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയായി കണക്കാക്കപ്പെടുന്ന ചിക്കാഗോ യൂണിവേഴ്സിറ്റിയാണ്. കെട്ടിടങ്ങൾ കൊണ്ടല്ല, അവിടുത്തെ ക്യാമ്പസിന്റെ പ്രൗഢി കൊണ്ടുമല്ല. ഞാൻ 2 തവണ അവിടെ പോയിരുന്നു. 1971 1981. കാണാൻ ഭംഗിയൊന്നുമില്ല, ഒരു ഭംഗിയില്ല. അതിനേക്കാൾ അതിമനോഹരമായ ക്യാമ്പസ് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അവിടുത്തെ 18 അധ്യാപകർ നോബൽ ലോറേറ്റ്സ് ആയിരുന്നു. നോബൽ സമ്മാനത്താൽ ബഹുമാനിതരായ അധ്യാപകരായിരുന്നു അന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. ഇനി അന്നത്തെ മറ്റൊരു യോഗ്യതക്കും ഉദാഹരണം ഞാൻ പറയാം. ഏതൊരു വെള്ളക്കാരൻ്റെയും ഇംഗ്ലീഷുകാരൻ്റെയും അഭിമാനമാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. ഒരു കമ്പനിയാണ് അത് നടത്തിയിരുന്നത്. പതുക്കെ കടം അവരെ മൂടുവാൻ തുടങ്ങി. ഇനി വയ്യ എന്ന് നടത്താൻ എന്ന് വന്നപ്പോൾ അമേരിക്കയിലെ ഒരു കമ്പനിക്ക് ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അവർ വിറ്റു. പക്ഷെ വാങ്ങിയ കമ്പനിക്ക് ഈ ബ്രിട്ടാനിക്ക
കാലാനുസാരമായി പുതുക്കണം. ഓരോ കൊല്ലവും പുതുക്കണം. ഒരു എഡിഷൻ വന്നിട്ട് എല്ലാ കാലത്തേക്കും ആ എഡിഷൻ നിൽക്കുകയില്ല. ഓരോ കൊല്ലവും പുതുക്കണം. ഭാരിച്ച ചെലവാണ്, ഭാരിച്ച ചെലവ്. അവർ പിന്നെ ചെലവിന് പുറമെ വിവരമുള്ള എഡിറ്റേഴ്സ് വേണം, വിവരമുള്ള എഡിറ്റേഴ്സ് വേണം. ചുമ്മാ എഡിറ്ററിന് അവിടെ പേരെഴുതി വെക്കലല്ല, ഭാരിച്ച ജോലിയാണ്. അതിന് കഴിവുള്ളവർ വേണം. ഈ കമ്പനി ഇത് ഏൽപ്പിച്ചത് നിങ്ങൾ എഡിറ്റ് ചെയ്യണം, നിങ്ങൾ കാലാനുസാരമായി ഇതിനെ പുതുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്കാണ്. 71 ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ സന്ധ്യ വരെ ഈ യൂണിവേഴ്സിറ്റിയിൽ ചിലവഴിച്ചു. എന്നെ ആരും ക്ഷണിച്ചിട്ട് പോയതല്ല, ക്ഷണിക്കാനുള്ള യോഗ്യതയും എനിക്കില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്നെ അവിടുത്തെ ലൈബ്രറിയിൽ വിളിച്ചു. എന്നിട്ട് നീണ്ട ഒരു എൻവലപ്പ് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെക്കണം, ഇത് സൂക്ഷിച്ചു വെക്കണം. ഞാൻ വിചാരിച്ചു എൻ്റെ ഈ കഥർ ഷർട്ടും മുണ്ടും തന്നെയാ വേഷം, ട്രൗസറൊന്നും ഇടാൻ പോയിട്ടില്ല. ട്രൗസർ ഇടാൻ എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ എല്ലാ രാജ്യങ്ങളിലും പോയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്നാ ഈ ദാരിദ്ര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള ഒരു $5 $10 അതില്ല. പക്ഷെ ആയിരുന്നില്ല. ഞാൻ അയാളുടെ മുമ്പിൽ വെച്ച് എൻ്റെ കവർ തുറന്നില്ല. വെളിയിൽ കണ്ണ് തുറന്ന് നോക്കിയാൽ അവിടുത്തെ ലൈബ്രറി അതിൻ്റെ പുസ്തകങ്ങളുടെ കാറ്റലോഗിൽ ലോകത്തിലെ എല്ലാ ഭാഷകളുടെ വിവരങ്ങൾ, എല്ലാ ഭാഷകളിലുള്ള പ്രധാന പുസ്തകങ്ങളും ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലുണ്ട്. മലയാള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കഥകളുമുണ്ട്. ആ ഭാഗം മാത്രമുള്ള എഴുതത്തിൻ്റെ പ്രിന്റർക്ക് ആണ് ഈ മാന്യൻ കവറിലിട്ടിട്ട് ഇത് സൂക്ഷിച്ചു വെക്കണം, നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് എനിക്ക് തന്നത്. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പുരസ്കാരമായി ഞാനത് കരുതിയത് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇതായിരുന്നു. ഇനി മറ്റൊന്ന് പറയാം. ഞാൻ അമേരിക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ, യെയിൽ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹാർവർഡ് എല്ലാദിക്കിലും പോയിട്ടുണ്ട്. ഇതിൽ പല യൂണിവേഴ്സിറ്റികളിലും പോയാൽ അവിടുത്തെ ക്യാമ്പസിന്റെ ഭംഗി കണ്ടിട്ട് മടങ്ങി വരാൻ തോന്നുന്നില്ല. പക്ഷേ ചിക്കാഗോ മടങ്ങി ഗ്രഹിച്ച രീതി ഏതാണ്ട് ഒരു ചതുപ്പ് നിരത്തിൽ എന്ന പോലെയാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. ഞാൻ കണ്ണൂർക്കാരനാണ്. ഇതൊന്നും ഇന്നത്തെ വിഷയമായിട്ട് വലിയ ബന്ധമില്ല. ഒരുതരം ശ്രദ്ധ ചിന്തകളാണ്. ഒരു വൃദ്ധന്റെ ശ്രദ്ധ ചിന്ത എന്ന് കൂട്ടിയാൽ മതി. കണ്ണൂരിലെ ഓരോ പഞ്ചായത്തിലും ഇന്ന് ഓരോ യൂണിവേഴ്സിറ്റി. അതിനനുസരിച്ച് വിദ്യാഭ്യാസ നിലവാരം പൊന്തിയിട്ടുണ്ടെന്നാണ് ഭരണകർത്താക്കൾ പറയുന്നത്. ഭരണകർത്താക്കൾ പറയുമ്പോൾ അതിനെതിരായി പറയാൻ നമുക്ക് അധികാരമില്ലല്ലോ. പറഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾ സമ്മതിക്കുന്നു. അത് പൊതുവെ കേരളത്തിൽ സമ്മതിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്റെ വീട്ടിൽ വെളിപ്പാടാകുന്നു. ഇതുവരെ ഒരു പ്രശ്നം ചെയ്യാൻ പോലെയല്ല. രാഷ്ട്രീയമാണ് കാരണം. മറ്റൊന്നും രാഷ്ട്രീയമാണ് കാരണം. അവിടെ വളരെ പ്രസിദ്ധനായ ഒരു വൈസ് ചാൻസലർ വന്നു.
രാജൻ എന്ന ഒരു വൈകാൽപ്പുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ നിന്നേ രാജനെ പരിചയമുണ്ട്. നഗരത്തിൽ തന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് കുട്ടികളോട് സംവദിക്കുവാനുള്ള സൗകര്യം ചെയ്യുന്ന ആളാണ് രാജൻ. ഒരു നാരായണ വിഷയം അദ്ദേഹം കണ്ണൂരിൽ വൈസ് ചാൻസലറായി വരാൻ ആദ്യമായി വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഉടനെ എന്നെ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്, എനിക്ക് വരണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, രാജൻ നിങ്ങൾ വരണ്ട. രാജൻ സഖാവാണ്, പക്ഷെ ശരിയായ സഖാവാണ് രാജൻ. ഞാൻ പറഞ്ഞു, നമുക്ക് എവിടുന്നെങ്കിലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് വെളിയിൽ വെച്ച് പ്രസംഗി കാണുവാൻ അവസരമുണ്ട്. അങ്ങനെ അവസരവും ഉണ്ടായി. രാജൻ കണ്ണൂരിൽ നിന്ന് പോകുന്നത് വരെ രാജനും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ രാജനോട് പറഞ്ഞു, ചെയ്യരുത്, നിങ്ങൾക്ക് പിന്നീട് സുഖമായി ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല. പിന്നെ രാജൻ വിളിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ ആ ഉഗ്രശാസന കൊണ്ട് ആണ് അയാൾ അദ്ദേഹം വിളിക്കാതിരുന്നത്. പിന്നീട് വന്ന ഒരു മഹാൻ ഒരു കൊല്ലം എങ്ങനെയോ എന്നെ അവിടുത്തെ യൂണിയൻ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചു. തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ട് അന്നത്തെ വൈസ് ചാൻസലർ. വലിയ കുഴപ്പങ്ങളായിട്ടൊക്കെ അവിടുന്ന് പോകേണ്ടി വന്നു, കേസ് വന്നു. ഇപ്പോഴും കേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ അദ്ദേഹത്തെ അന്നത്തെ കണ്ണൂർ MP കമ്മ്യൂണിസ്റ്റുകാരാണ്. MLA എല്ലാവരും പോയി നിർബന്ധിച്ച് ക്ഷണിച്ചിട്ടും അന്നത്തെ ചാൻസലർ ജസ്റ്റിസ് സദാശിവം അദ്ദേഹത്തിനോട് മീറ്റിംഗ് വന്നില്ല. നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇപ്പോൾ അങ്ങനെയാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പഠിക്കുന്ന കാലത്ത് തന്നെ അസ്വതന്ത്ര ഭാരതത്തിൽ, അടിമ ഭാരതത്തിൽ പഠിച്ചവരാണ് ഞാൻ. എനിക്കിന്ന് വയസ്സ് 96. 4 കൊല്ലം കഴിഞ്ഞാൽ 100. 3 മാസം മുമ്പ് ഒരു വീഴ്ച വീണു. അതുകൊണ്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല വഴി പോലെ നിന്നിട്ടേ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. ദൃഢമായിട്ട് ഒരു വിഷമവുമില്ല. മോശമാണ് സ്ഥിതി. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം. നമ്മൾ ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ കാണുന്ന ദുരവസ്ഥ. 8ാം ക്ലാസ്സിലെ കുട്ടികൾ കത്തിക്കുത്തി. 8ാം ക്ലാസ്സിലെ കുട്ടികൾ ആലോചിച്ച് നോക്കുക. പിന്നെ അന്നത്തോടെ സിദ്ധാർത്ഥൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. അവിടുത്തെ വൈസ് ചാൻസലറുടെ, രജിസ്ട്രാറിന്റെ, ഡീനിന്റെ ഇങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വിദ്യാർത്ഥികളെ നല്ല വഴിക്ക് നയിക്കേണ്ടത് എല്ലാവരുടെയും പ്രകടനം എങ്ങനെയായിരുന്നു. 3 ദിവസമാണ് സിദ്ധാർത്ഥ വകവരുത്താതിരിക്കുന്നത്. ഇന്നും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അതിന് നടക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല പുഷ്കരമായി കൊണ്ടുവരുന്നു എന്നുമാണ് നാം കേൾക്കുന്നത്. സംഗതി അങ്ങേയറ്റം സങ്കടകരമാണ്. ഒരു കരാള രാത്രിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്.
എവിടെയാണ് വെളിച്ചമുള്ളതെന്ന് നമുക്കറിയില്ല. എങ്കിലും നാം ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തും. ആ ശുഭപ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽകതി, അകലെ പ്രഭാതമുണ്ട്. മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽകതി, അകലെ എങ്ങാനും പ്രഭാതമുണ്ട്. ഉണ്ട് എന്ന് തന്നെയാണ് കവി വിശ്വസിക്കുന്നത്, ഞാനും വിശ്വസിക്കുന്നത്, നിങ്ങളും വിശ്വസിക്കേണ്ടത് അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴമക്കാരൻ തൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും, അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, വൈസ് ചാൻസലർ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയും ചെയ്യും. പ്രിയ എഴുത്തുകാര, അങ്ങയുടെ പ്രകാശം പരത്തുന്ന വാക്കുകൾക്കും അങ്ങയുടെ സാന്നിധ്യത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പേരിലും സാഹിതി 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി പ്രിയപ്പെട്ട എഴുത്തുകാരനെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെയും സാഹിതി 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെയും പേരിലുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചറും ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ കെ.എം. ഭരതൻ മാഷും ഇരുവരും ചേർന്ന് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനമാണ്. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് മലയാള സർവകലാശാല രജിസ്ട്രാർ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ.എൽ. ഭരതൻ മാഷ് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചർക്ക് നൽകി നിർവഹിക്കുന്നതായിരിക്കും. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി ഭരതൻ മാഷെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ ടി. പത്മനാഭൻ, ആദരണീയയായ വൈസ് ചാൻസലർ ഡോക്ടർ എൽ. സുഷമ ടീച്ചർ, പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പി. കെ. പാറക്കടവ്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു ഇടവേളയ്ക്ക് ശേഷം സാഹിതി അന്തർ സർവകലാശാല സാഹിത്യോത്സവം അതിൻ്റെ ആദ്യകാലത്തെ എല്ലാ പ്രതാപങ്ങളോടും കൂടി വീണ്ടും ആവിഷ്കരിക്കപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ ഉണ്ടായ വീഴ്ച കാരണമാണ് ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് ഇപ്പോൾ മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് നടന്നു വരുമ്പോഴും അദ്ദേഹം പറയുകയുണ്ടായി, ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വടി പോലെ നിന്ന് സംസാരിക്കും എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ കഥായൗവനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. രാഷ്ട്രീയവും സാംസ്കാരികവുമായ
ഏറ്റവും യുവത്വത്തോടു കൂടി നിൽക്കുന്ന ഒരു ധിഷണയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഈ ദൂരം അത്രയും താണ്ടി ഈ സംസ്കൃതിയോടൊപ്പം ഈ സാഹിത്യോത്സവത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി ഇവിടെ അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്. ചിക്കാഗോ സർവകലാശാലയിൽ പോയപ്പോഴുണ്ടായ അനുഭവം അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഒരു സംസ്കാരം ആദരിക്കപ്പെടുന്നത് എന്ന്, ഹൃദയത്തിൽ തൊട്ട് ആദരിക്കപ്പെടുന്നത് എന്നതിന്റെ അഭിമാനത്തിന്റെയും വൈകാരികതയുടെയും ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിക്കാഗോ പോലെയുള്ള ഒരു സർവകലാശാലയിൽ ഒരു ഭാഷയെ, ഒരു എഴുത്തുകാരനെ മാത്രമല്ല, ഒരു ഭാഷയെ, ഒരു സംസ്കാരത്തെ, ഒരു കഥാകാരനെ എങ്ങനെ ആദരിക്കുന്നു എന്നുള്ളത്, അത് വിദ്യാർത്ഥികൾക്ക് അറിയാനുള്ള ഒരു ശീലം, അങ്ങനെ ഒരു സംസ്കാരത്തെ പകർന്നെടുക്കാനുള്ള ഒരു അവസരം സംസ്കൃതിയിലൂടെ കൈവരുന്നു. ഈ 2 ദിവസവും വരുന്ന എഴുത്തുകാരിലൂടെ, സാംസ്കാരിക പ്രവർത്തകരിലൂടെ, വിമർശകരിലൂടെ ഒക്കെ ഈ ഒരു സംസ്കാരം അതിന്റെ ഏറ്റവും ശക്തമായ രീതിയിൽ അടുത്ത് ഇടപഴകാനും സ്വാംശീകരിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംഘാടനത്തിനെ ഏറ്റവും സർഗാത്മകമായ രീതിയിൽ സാധ്യമാക്കാനുള്ള ഒരു പരിശീലന കളരിയാണ് കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ഗവേഷകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും സാഹിത്യ പോലുള്ള പരിപാടികൾ. ഇവിടെ പ്രകാശിപ്പിച്ചിട്ടുള്ള ഈ ഫെസ്റ്റിവൽ ബുക്ക്, ആ ഫെസ്റ്റിവൽ ബുക്ക് തയ്യാറാക്കുന്നതിന്റെ പുറകിൽ വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെടുത്ത ഒരു വലിയ പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ, അതാണ് അത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകം അത്ര മനോഹരമായ, അത്ര കണ്ടന്റഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ബുക്ക് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഈ സാഹിത്യയുടെ സംഘാടനത്തിലെ ഓരോ ഘടകം എടുത്തു നോക്കിയാൽ, ഇവിടുത്തെ പുസ്തക പ്രദർശനമാകട്ടെ, ഈ മൊത്തം സർവകലാശാല ക്യാമ്പസിനകത്ത് സാഹിതി നടക്കുമ്പോൾ ആ സാഹിതിയെ സാധ്യമാക്കുന്ന മട്ടിൽ, അതിനെ സ്വീകാര്യമാക്കി തീർക്കുന്ന മട്ടിൽ, അതിലേക്ക് എല്ലാ ആളുകളുടെയും മനസ്സിനെ പരിപൂർണമായും തുറന്നു വെക്കുന്ന തരത്തിൽ, പൂർണ്ണമായും അതിലേക്ക് മുഴുകുന്ന തരത്തിൽ ഈ ക്യാമ്പസിനെ ഒരുക്കുന്നതിന് വേണ്ടി 2-3 ദിവസമായി ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം കൈമേൽ മറന്നും അതിന്റെ കൂടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഓരോ സന്ദർഭത്തിലും ഒരു രജിസ്ട്രാറുടെ സീറ്റിലിരിക്കുമ്പോൾ പലതരത്തിൽ അതിന്റെ പൾസ് അവിടെ കിട്ടും. കാരണം പല കത്തുകളായിട്ട്, പല അപേക്ഷകളായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും സാഹിത്യം വിപുലപ്പെടുന്നതും അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഓരോ സന്ദർഭത്തിലും തങ്ങളുടെ സർഗാത്മകമായ ആലോചനകൾ വഴിയും പങ്കാളിത്തം വഴിയും ഇതിനെ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും സാഹിത്യയുടെ ലക്ഷ്യം ഒരളവോളം അതിന്റെ ശരിയായ വഴിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും സന്തോഷകരമാണ്. നമുക്ക് 12 മണിക്ക് അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ സന്ദർഭത്തെ മുൻനിർത്തി 1-2 കാര്യങ്ങൾ പറഞ്ഞു പോയത് മാത്രമാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളെയും, ഇനി വരാനിരിക്കുന്ന സുഹൃത്തുക്കളെയും എല്ലാവരെയും ഹൃദയപൂർവ്വം മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി. മലയാള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KM ഭരതൻ മാഷ്. അടുത്തതായി ഇവിടെ പുസ്തക പ്രകാശന ചടങ്ങാണ്. മലയാള സർവകലാശാലയിലെ 3 അധ്യാപകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനായി മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ സാറിന്റെയും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മലയാള സർവകലാശാല വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ഡോക്ടർ എൽ സുഷമ ടീച്ചറെയും സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു. ആദ്യമായി മലയാള സർവകലാശാല സാഹിത്യ പഠനം വകുപ്പ് മേധാവി ഡോക്ടർ മുഹമ്മദ് റാഫി MPയുടെ പ്രാവുകളുടെ ഭൂപടം എന്ന പുസ്തകമാണ്. പുസ്തക പ്രകാശനം ചെയ്യുന്നതിനായി മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചറെയും ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആകെ 3 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരൊറ്റ പുസ്തകമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിൽ ശ്രീ മുഹമ്മദ് റാഫി എം.പി. പ്രാവുകളുടെ ഭൂപടം എന്ന പേരിൽ പുറത്തിറക്കിയ കഥാസമാഹാരമാണ്. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ കൂടുതൽ കഥകളും ദേശാഭിമാനിയിൽ വന്നതാണ്. സഖാവാണെന്നറിയില്ല. എനിക്ക് സന്തോഷമുണ്ട് ഒരു നല്ല അഭിപ്രായം പറയാൻ കഴിഞ്ഞത്. വളരെ കാരണം ഇന്ന് 10,000-കണക്കിന് ആളുകൾ നിത്യവും കഥയും കവിതയും ഒക്കെ എഴുതുന്നുണ്ട്. വാളെടുത്തവനും ഒക്കെ വെളിച്ചപ്പാടാകുന്ന കാലമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും എഴുത്തുകാരുമാണ്. അത് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുസ്തകം മാത്രം വായിക്കാൻ കഴിഞ്ഞു, ആ പുസ്തകത്തെക്കുറിച്ച് നല്ലത് പറയാനും കഴിയും. മറ്റുള്ളവയെ കുറിച്ചൊന്നും ഞാൻ പറയില്ല, കാരണം ഞാൻ കണ്ടിട്ടേയില്ല. രണ്ടാമതായി മലയാള സർവകലാശാല സാഹിത്യരചനാ സ്കൂൾ അധ്യാപകൻ ഡോക്ടർ സി ഗണേഷിന്റെ ആചാര്യ എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് ഡോക്ടർ ആനന്ദ് കോവാലം ആണ്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചറെയും ക്ഷണിക്കുന്നു. അടുത്തതായി മലയാള സർവകലാശാല സാഹിത്യരചനാ സ്കൂൾ അധ്യാപകൻ ഡോക്ടർ അശോക് ഡിക്രൂസ് മാഷിന്റെ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം ഗവേഷണം മുതൽ ഗവേഷണം വരെ, രണ്ടാമത്തെ പുസ്തകം ഗവേഷണം സിനിമയിലും സാഹിത്യത്തിലും. സാഹിത്യരചനാ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈജ്ഞാനികോത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശീയ സെമിനാറിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങളുടെ സമാഹാരങ്ങളാണിത്. അടുത്തതായി AI ബേസ്ഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡിവൈസ് രൂപകൽപ്പന ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് ലഭിച്ച സാഹിത്യരചനാ സ്കൂൾ അധ്യാപകൻ ഡോക്ടർ അശോക് ഡിക്രൂസ് മാഷിനുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി പുനലൂർ രാജൻ ഛായാചിത്ര പ്രദർശനമാണ്. ആ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ PK പാറക്കടവ് സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യയായ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത
പ്രിയപ്പെട്ട പപ്പേട്ടൻ, ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്ത ഡോക്ടർ മലയാള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ എൻ ഭരതൻ, ആമുഖ ഭാഷണം നടത്തിയ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സി ഗണേഷ്, സ്വാഗതം ആശംസിച്ച സാഹിതി ജനറൽ കൺവീനർ ഡോക്ടർ മുഹമ്മദ് റഫി എം പി, വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ഗായത്രി, ഡോക്ടർ അശോക് ടിക്രൂസ്, ഡോക്ടർ ബാബുരാജൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയിലെ സാഹിതി അന്തർ സർവകലാശാല സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത് ടി പത്മനാഭനാണ്. നമ്മുടെ കാലത്തെ വലിയ കഥാകൃത്ത്. 96-ാം വയസ്സിലും കഥകൾ എഴുതുന്നു. പല അപ്രിയ സത്യങ്ങളും വിളിച്ച് പറയുന്നു. നിലപാടുകളുള്ള എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. നമ്മുടെ വിപ്ലവകാരികൾക്ക് പോലും സ്വീകാര്യരായ പല എഴുത്തുകാർക്കും നിലപാടുകളില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എഴുത്തുപോലെ തന്നെ പ്രധാനമാണ് എഴുത്തുകാരന്റെ എഴുത്തുകാരിയുടെ നിലപാടും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരാക്രമണം നടന്നത് 1948 ജനുവരി 30-നാണ്. മഹാത്മാഗാന്ധിയുടെ വധമായിരുന്നു അത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരാക്രമിയുടെ പേര് നാഥുറാം ഗോഡ്സെ എന്നാണ്. ഗാന്ധിയെ തമസ്കരിക്കുകയും ഇകഴ്ത്തുകയും ഗോഡ്സെയുടെ പ്രത്യയശാസ്ത്രത്തിന് മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെ കൊല്ലപ്പെട്ടത് ഗാന്ധിയെ കൊന്ന അതേ തോക്കുകൊണ്ടാണ്. ഗോഡ്സെയുടെ പ്രത്യയശാസ്ത്രമാണ് അവർ ഇന്നും വെച്ച് പുലർത്തുന്നത്. കുറച്ചു മുമ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗുജറാത്തിലെ പ്രസംഗ മത്സരത്തിന് വിഷയം നാഥുറാം ഗോഡ്സെ എന്റെ ആദർശ പുരുഷൻ, നാഥുറാം ഗോഡ്സെ മൈ ഐഡിയൽ ഹീറോ എന്നായിരുന്നു. ഇന്ത്യയെ ഒറ്റക്കെട്ടായി നിർത്താൻ ഗാന്ധി വധമല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല എന്ന് ട്വീറ്റ് ചെയ്ത ഒരാളാണ് പ്രൊഫസർ ശാന്തി ശ്രീധുരി കുടി പണ്ഡിറ്റ്. പിന്നീട് നമ്മൾ അവരെ കാണുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടാണ്. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്ന ഒരു പാർലമെന്റ് അംഗം നമുക്കുണ്ട്, പ്രജ്ഞാ സിംഗ് താക്കൂർ. ഗാന്ധിയുടെ ജന്മദിനത്തിൽ ഗാന്ധി ചിത്രത്തിന് നേരെ പ്രതീകാത്മകമായി വെടിവെക്കുന്നത് ഇന്നൊരു വാർത്ത പോലുമല്ല. ഗാന്ധിജിയും നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും പാഠപുസ്തകങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. സാഹിത്യം, ചരിത്രം, ശാസ്ത്രം സകല മണ്ഡലങ്ങളിലും ഫാഷിസത്തിന്റെ കൈ നീണ്ടുവരുന്നു. അസഹിഷ്ണുത ഒരു പൊതുവികാരമായി മാറുന്നു. കള്ളുഷാപ്പ് പിക്കറ്റിങ്ങുകൾക്ക് അപ്പുറം ഒരു കാര്യവും നമ്മുടെ ഗാന്ധി തൊപ്പിയിട്ട ഗാന്ധിയന്മാർ അറിയുന്നേയില്ല. രാമചന്ദ്ര ഗുഹയെ പോലെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം ഗാന്ധിയന്മാർ വിരലെണ്ണാവുന്നവ പോലും ഇല്ല. സാംസ്കാരിക അധിനിവേശം സകലമാന മേഖലകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മൗനം കുറ്റകരമാണ്. ഇതിനർത്ഥം എല്ലാ ദിവസവും കൂട്ടൊപ്പുമായി എഴുത്തുകാർ ഇറങ്ങണമെന്നല്ല. ഇറാഖിൽ അമേരിക്ക കിരാതമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അമേരിക്കയുടെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ പോലെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അമേരിക്കക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാ ഒരു കുറ്റവാളി, വിലാസം അറിയില്ലെങ്കിൽ എഴുതിയെടുത്തോളൂ, നമ്പർ 3 ഡൗൺ സ്ട്രീറ്റ്, ലണ്ടൻ എന്ന് ബ്രിട്ടനിലെ മാധ്യമങ്ങളെ അത്രയും പിടിച്ചു വരുത്തി പറഞ്ഞ ഹരോൾഡ് പിന്റർ
എന്ന വലിയ നോബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരനെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. നമ്മുടെ എഴുത്തുകാരോ അവാർഡ് വാങ്ങി അതേ വേദിയിൽ ഭരണകൂടത്തിന്റെ ഒപ്പം നിൽക്കുകയാണ്. പ്രതിപക്ഷം നാളെ അധികാരത്തിൽ വന്നാൽ അവരുടെയും ഒപ്പം നിൽക്കുകയാണ് എഴുത്തുകാരന്റെ ജോലി എന്ന് പറഞ്ഞവരാണ് ഇവിടെയുള്ളത്. മൗനം മാത്രമല്ല അപകടകരം, കൗശലത്തോടെ വാതുറക്കുന്നതും അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ വലിയ പല എഴുത്തുകാരും അങ്ങനെയാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഒരു എഴുത്തുകാരൻ ഒരു എഴുത്തുകാരി എഴുതുന്നത്. കുറെ കൂടി നല്ലൊരു ലോകം നമുക്ക് സ്വപ്നം കാണാം. നന്മയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്നതാണ് നല്ല രചനകൾ. ഞാൻ എൻ്റെ 2 ചെറുതായ കഥകൾ, മിന്നൽ കഥകൾ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. The universe is made of stories, not atoms എന്ന് പറയാറുണ്ട്. ഈ കഥകൾ, ഈ പ്രപഞ്ചം കഥകൾ കൊണ്ടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. 2 ചെറിയ കഥകൾ. ചിറകുകൾ. തത്തക്കൂട് പോലെ മനുഷ്യക്കൂടുമുണ്ട്. ഭരണാധികാരികൾ എത്ര മനുഷ്യരെയാണ് കൂട്ടിലിട്ട് പാലും പഴവും നൽകി വളർത്തുന്നത്. അവർ ചിറകടിക്കുന്നേയില്ല. നിലപാടുകൾ. രാവിലെ ഇത്തിരി കാർൽ മാർക്സ് കുടിച്ച് ഇടത്തോട്ട് ചാഞ്ഞു നടന്നു. അക്കാദമിയിൽ ഒരിടം, അത്രമാത്രം. ഉച്ചക്ക് അല്പം ഗാന്ധി കഴിച്ച് നല്ലൊരു പൗരനായി റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു. ഒരു നെഹ്റു ഫെലോഷിപ്പ്, അത്രമാത്രം. വൈകുന്നേരം ഒരു കരണ്ടി ശാസ്ത്രേ, ഒരു പിടി കുന്തേര, ഒരു കവിൾ ദളിത. ടൗൺ ഹാളിൽ ഉത്തരാധികാരിയുടെ സെമിനാറുണ്ട്, അവിടെ പോയി ഛർദ്ദിച്ചു. രാത്രി മാർക്സിനെയും ഗാന്ധിയെയും സാർത്രനെയും കുന്തേരയെയും ദർദയെയും അഴിച്ച് നഗ്നനായി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു, നീ ആരാണിടാ തന്തയില്ലാത്തവനെ? കണ്ണാടി അതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് ചോദിച്ചു. അയാൾ കണ്ണാടി എറിഞ്ഞുടച്ചു. കണ്ണാടി അയാളെ എറിഞ്ഞുടച്ചു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി പ്രിയ എഴുത്തുകാരൻ PK പാറക്കടവ് സാർ. അടുത്തതായി ചടങ്ങിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതായി മലയാള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ K ഗായത്രിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട T പത്മനാഭൻ സർ, പാറക്കടവ് മാഷ്, L സുഷമ ടീച്ചർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ടവരെ, സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, 2 ദിവസങ്ങളായി മലയാള സർവകലാശാലയിൽ സാഹിത്യ പരിപാടി വളരെ ആവേശത്തോടെ ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. T പത്മനാഭൻ സാർ നേരത്തെ തന്നെ സ്വാഗത പ്രാസംഗികനൊക്കെ തന്നെ സംസാരിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ആരംഭിക്കുന്ന മുതൽ ഗണേഷ് മാഷായാലും എല്ലാവരും, റാഫി മാഷും എല്ലാവരും ആദ്യം തന്നെ പറയുന്നത് T പത്മനാഭൻ സാർ തന്നെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു എന്താ പറയുക, ഒരിക്കലും തളരാത്ത ഒരു മനസ്സിൽ നമുക്ക് എല്ലാവർക്കും ഏറെ ആവേശത്തോടെ ഊർജ്ജമായിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങ് എന്നുള്ളത് തന്നെയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കുറച്ച് ദിവസങ്ങളായി ഈ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകരൊക്കെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ്. ഈ 2 ദിവസങ്ങളായി നടക്കുന്നതിൽ ഏറ്റവും ആവേശത്തോടെ തന്നെ എല്ലാവരും പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വേദിക്കകത്ത് തന്നെ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ T പത്മനാഭൻ സാറായി കഴിഞ്ഞാലും പാറക്കടവ് മാഷായി കഴിഞ്ഞാലും തന്നെ കൃത്യമായി നമുക്ക് വേണ്ടതായില്ല രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു പക്ഷേ വളരെ സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിനകത്ത് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുക, അതിജീവിക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിനകത്ത് നമ്മളെല്ലാവരും കൃത്യമായി രാഷ്ട്രീയം പറയാനും അതിനനുസരിച്ച് അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ വ്യക്തമാക്കാനും കൂടിയുള്ള
ഒരുക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെ പോസ്റ്റ് സെക്യുലറിസ കാലത്തെ സെക്യുലറിസത്തിലെ അതിജീവനം എന്നുള്ളതാണ്. തുടർന്ന് വരുന്ന വിവിധങ്ങളായ സെഷനുകളുണ്ട്. ആ സെഷനുകളൊക്കെ തന്നെ ഈ ക്യാമ്പസിൽ നടക്കുന്ന സാഹിത്യയിൽ വിവിധ ചർച്ചകളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ പുതിയ ചിന്തകൾക്കും പുതിയ പദ്ധതികൾക്കും പുതിയ പ്രവൃത്തികളും ഒക്കെ ഉള്ള ആവേശമാകട്ടെ എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 500-ലധികം പ്രതിനിധികളും 50-ലധികം അതിഥികളും ഒക്കെ തന്നെ ഈ ക്യാമ്പസിനകത്ത് ഈ പരിപാടിയുമായിട്ട് സംഘടിക്കുന്നുണ്ട്. വിവിധങ്ങളായ സർവകലാശാലകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും വന്നിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട്. ഏതവസരങ്ങളിലും ഏത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മൾ വളണ്ടിയേഴ്സായി നമ്മളെല്ലാവരും ഉണ്ട്. ആ സമയത്ത് നമ്മളോട് ഏത് സമയവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബന്ധപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് വിദ്യാർത്ഥി യൂണിയനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീ ഗായത്രി. അടുത്തതായി ചടങ്ങിനെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സാഹിതി 2025 ജനറൽ കൺവീനർ ഡോക്ടർ ബാബുരാജൻ കെ മാഷെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രിയപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ എസ് സുഷമ ടീച്ചർ, പരിപാടി ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മലയാള കഥാസാഹിത്യത്തിൻ്റെ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട ടി പത്മനാഭൻ സർ, വേദിയിലെ സാന്നിധ്യം അറിയിച്ച പ്രിയപ്പെട്ട നമ്മുടെ രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ, അതുപോലെ പുസ്തക പ്രകാശനങ്ങൾ നിർവഹിച്ച ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ച പി കെ പാറക്കടവ്, നമ്മുടെ യൂണിയൻ ചെയർപേഴ്സൺ ഗായത്രി, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. ഭാവം പത്മനാഭം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഡോക്ടർ തോമസ് കറിയ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. അതിൽ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കനേഡിയൻ എഴുത്തുകാരി ആലീസ് മൺറോ 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയപ്പോൾ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഈ ആലീസ് മൺറോ എന്ന് പറയുന്നത് ചെറുകഥയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ട എഴുത്തുകാരിയാണ്, ലോകപ്രശസ്തിയാണ്. അവർ ഈ നൊബേൽ സമ്മാനം നേടിയപ്പോൾ അവർ പറഞ്ഞത് ഇത് ചെറുകഥയെ ഒരു പ്രധാന കലയായി കാണുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആലീസ് മൺറോയുടെ ഈ വാക്കുകൾ അനർത്ഥമാക്കുന്ന മലയാളത്തിൻ്റെ ചെറുകഥ വസന്തം അല്ലെങ്കിൽ ചെറുകഥയിലെ ഒറ്റയാനുണ്ട്. ധാരാളം വിശേഷണങ്ങളുണ്ട് പത്മനാഭൻ സാറെ കുറിച്ച്. അദ്ദേഹം ചെറുകഥയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന എഴുത്തുകാരനാണ്. മാത്രമല്ല ചെറുകഥയ്ക്ക് വേണ്ടി പൊരുതുകയും പടപൊരുതുകയും അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. നേരത്തെ അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, തുടങ്ങിയത് എന്നെ സത്യം പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഷേക്സ്പിയറിന്റെ ഒരു വാക്യം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി, നീ നിന്നോട് സത്യസന്ധത പുലർത്തുക. പത്മനാഭൻ സാറിന്റെ കഥകളൊക്കെ നമ്മളെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്, വായനക്കാരുടെ ഹൃദയത്തിലേക്ക് പകരുന്ന അല്ലെങ്കിൽ പടരുന്ന ഒരു അനുഭവമായി തീരുന്നത് അത് വളരെ സത്യസന്ധമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. 96% തന്റെ അനുഭവങ്ങളും കുറച്ച് അദ്ദേഹം ഭാവനയിൽ ചേർക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ തങ്കം കൊണ്ട് ആഭരണം നിർമ്മിക്കാൻ പറ്റില്ല, തങ്കത്തിൽ നമ്മൾ ചെമ്പ് ചേർക്കണം. അതുപോലെ സത്യത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ കുറച്ച് ഭാവന ചേർത്താണ് താൻ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥകളൊക്കെ നമുക്ക് വളരെ ഹൃദ്യമാണ്. ആ കഥകൾ ഏതോ വിശുദ്ധിയിൽ ജ്ഞാനസ്നാനം ചെയ്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവിതം തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ജീവിതം എൻ്റെ കഥ എന്ന്. എനിക്ക് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലും അധ്യാപന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പല കഥകളും വായിക്കാനും അതിലൂടെ കടന്നു പോകാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില കഥകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഷേഖുട്ടി എന്ന് പറയുന്ന കഥ, മകൻ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മഖൻ സിംഗിന്റെ മരണം, ഒരിക്കൽ ഗൗരി, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇത് ലോക സാഹിത്യത്തിൽ തന്നെ സ്ഥാനം നേടിയ കഥകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ദീർഘമായിട്ട് പോകുന്നില്ല. ആ കഥകളിലെ ആർദ്രത, സ്നേഹം, ഭൂതദയ, കാരുണ്യം, മാനവികത ഇതൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമയാണ്. ഈ ഒരു സാഹിത്യയുടെ ചർച്ചകൾ നടന്നപ്പോൾ ആദ്യ സമയം മുതൽ അവസാനം വരെ എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും നൽകിയ ടീച്ചർക്ക്
ഔപചാരികതയുടെ പേരിൽ നമ്മുടെ സർവകലാശാലയുടെ മേധാവി എന്ന നിലയിൽ ഈ സർവകലാശാലയെ ഇപ്പോൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർക്ക് ഈ സാഹിത്യയുടെ പേരിലുള്ള കൃതജ്ഞത, നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം, അദ്ദേഹത്തിന് 96 വയസ്സായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുകയും അവിടെ കൃത്യസമയത്ത് തന്നെ ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ആവശ്യതകൾ ഉണ്ടായിട്ടും അദ്ദേഹം വളരെ ആവേശത്തോടെ ഇവിടെ വരികയും നമുക്ക് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഞാനൊരു ശ്രദ്ധ ചിന്തകളാണ് അവതരിപ്പിക്കുന്നതെന്നാണ്. ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് വളരെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിത പാഠങ്ങളുമാണ് അദ്ദേഹം ഇവിടെ പകർന്നു നൽകിയത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, മലയാള സർവകലാശാലയുടെ പേരിൽ, ഈ സർവകലാശാല സമൂഹത്തിന്റെ പേരിൽ ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ഇവിടുത്തെ ഈ ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ഭരതൻ മാഷാണ്. രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ മാഷേനെ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾ പലപ്പോഴും മാഷെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട കത്തുകളും അപേക്ഷകളും നിരന്തരം മാഷ കൊടുക്കുകയും മാഷ കാണുകയും അഭ്യർത്ഥിയൊക്കെ ചെയ്ത് അങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വളരെ ക്ഷമയോടെ സന്തോഷത്തോടെ അതൊക്കെ നിറവേറ്റി തരികയും ഈ സാഹിത്യം നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുകയും ചെയ്ത ഭരതമാഷിനെ ഏറ്റവും സ്നേഹത്തോടെ ആത്മാർത്ഥമായ നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഈ ചടങ്ങിൽ നമുക്ക് ആശംസാ പ്രസംഗത്തിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട PK പാറക്കടവ് സാർ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ധാരാളം പരിപാടിക്ക് പങ്കെടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ വരികയും ഒരു 2 നല്ല കഥകൾ ഇവിടെ വായിച്ച് അവതരിപ്പിക്കും. രാഷ്ട്രീയമാനമുള്ള കഥകളാണ്. അദ്ദേഹത്തിന് മലയാള സർവകലാശാല സമൂഹത്തിന് പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ NP റാഫി മാഷ്, ഡോക്ടർ NP റാഫി മാഷ് സാഹിത്യ പഠന സ്കൂൾ ഡയറക്ടറാണ്. റാഫി മാഷും ഞാനുമാണ് ഈ സാഹിത്യയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ കീഴിൽ ധാരാളം കമ്മിറ്റികളും സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ ചേർന്നിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഔപചാരികതയുടെ പേരിൽ മാഷിന് നന്ദി അറിയിക്കുകയാണ്. ആമുഖ ഭാഷണം നടത്തിയത് ഡോക്ടർ സി ഗണേഷ് മാഷ്, സാഹിത്യരചനയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മാഷും വളരെ ഈ ഫെസ്റ്റിവൽ ബുക്ക് തയ്യാറാക്കാനൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മാഷ് ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഗായത്രി ചെയർപേഴ്സൺ എന്ന രീതിയിൽ വിദ്യാർത്ഥികളെ മൊത്തം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ വിവിധ കമ്മിറ്റികളിലൊക്കെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിക്ക് ഈ സാഹിത്യയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് നേടിയ പ്രിയപ്പെട്ട അധ്യാപകൻ അശോക് ഡിക്രൂസ് മാഷ് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് സർവകലാശാലയുടെ. കാരണം അദ്ദേഹം ഇതിനകം തന്നെ ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. നമുക്കത് വലിയൊരു മുതൽക്കൂട്ടാണ്. മാഷിന്റെ നമ്മുടെ സാഹിത്യ ഒരു ആദരവ് നൽകുകയുണ്ടായി. അത് സ്വീകരിക്കാൻ എത്തിച്ചേർന്ന മാഷിന് കൃതജ്ഞത, നന്ദി അറിയിക്കുന്നു. പിന്നെ കുറച്ച് ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമുക്ക് പുറത്തുനിന്ന് വന്ന കുറേ കുട്ടികളുണ്ട്. കേരള സർവകലാശാലയിൽ നിന്ന്, അതുപോലെ തിരൂർ കോപ്പറേറ്റീവ് കോളേജ്, അതുപോലെ മറ്റ് കലാലയങ്ങൾ, സ്കൂളുകൾ, അവിടെ നിന്ന് എത്തിച്ചേർന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഈ 2 ദിവസം നിങ്ങൾ പൂർണ്ണമായും ഇവിടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇത് ഒരു വലിയ അനുഭവമായിരിക്കും. നിങ്ങൾ എത്തിച്ചേർന്നതിലുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. നമുക്കിവിടെ വിവിധ കമ്മിറ്റികളുണ്ട്. രജിസ്ട്രേഷൻ, സ്വീകരണം, അതുപോലെ സാമ്പത്തികം, അതിൻ്റെ കൺവീനർ ഷിജോ വിൽസനാണ്. അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി ഡോക്ടർ സി ഗണേഷ്, കൺവീനർ ഗായത്രി കെ, പരസ്യ പ്രചാരണം ഡോക്ടർ രതീഷ് ശങ്കരൻ, അതുപോലെ കൺവീനർ ജിനു, അതുപോലെ ആങ്കറിംഗ് ഇവിടെ അവതാരകരായിട്ട് പ്രവർത്തിക്കുന്ന മെൽവിയ, ദൃശ്യ, അനന്തു, ഫിദ, അഞ്ജലി, ശാരിക, നസ്രീൻ, മഞ്ജുഷ, ഗായത്രി, കൃഷ്ണവേണി, ഭക്ഷണം താമസമൊക്കെ കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ രാധാകൃഷ്ണ മാഷ് ഈ ആദ്യ ഘട്ടം മുതൽ ഈ പരിപാടി തുടങ്ങിയ അന്ന് മുതൽ പിന്നെ നമ്മളൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് താമസ സൗകര്യം, മറ്റ് യാത്രാ സ്വന്തമായി രാധാകൃഷ്ണ മാഷ്, അതുപോലെ വിഷ്ണു ഗവേഷകനാണ്. സ്റ്റേജ് അലങ്കാരം ഡോക്ടർ പി ശിവപ്രസാദ്, അതിൻ്റെ കൺവീനർ ധനേഷ്, കലാസാംസ്കാരികം ഡോക്ടർ കെ ശുഭ, ചെയർമാൻ കീർത്തി, അതുപോലെ സാഹിത്യ മത്സരങ്ങളൊക്കെ അത് ഏകാംഗ കമ്മിറ്റിയെ പ്രവർത്തിച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഡോക്ടർ അൻവർ അബ്ദുള്ള. പിന്നെ ഇവിടെ ധാരാളം സാഹിത്യപ്രേമികൾ നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർ, അനധ്യാപകർ, അതുപോലെ മാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട്, നന്ദി അറിയിച്ചുകൊണ്ട്
ഒരു അഭ്യർത്ഥന മാത്രം. നമ്മളെ 3 വേദികളിലെ മത്സരം ഇവിടെ പരിപാടികൾ നടത്തുന്നത് രംഗശാല, വിചാരശാല എന്ന ഓപ്പൺ എയർ സ്റ്റേജുണ്ട്, പിന്നെ ചിത്രശാല. ഈ 3 വേദികളിൽ നടത്തുന്ന എല്ലാ സെഷനുകളിലും നിങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാവണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാവില്ല. അപ്പം ഈ 2 ദിവസങ്ങളിൽ 3 വേദിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ഡോക്ടർ ബാബുരാജൻ മാഷ്. സാഹിതി 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം സമാപിച്ചതായി അറിയിക്കുന്നു.